പ്രൈസ് ദി ലോർഡ്. നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ലൈവ് കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവിൻ്റെ വചനം ലൈവിൽ പറഞ്ഞതിൽ അനേക വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് വളരെ അനുഗ്രഹമായി, കൂടുതൽ യൗവനക്കാർക്ക് വളരെ അനുഗ്രഹമായി എന്ന് വിളിച്ചു പറയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. വലിയ നന്മകളാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. വലിയ അനുഗ്രഹത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ദേവദാസന്മാരെ അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ കർത്താവ് ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. വലിയ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. സമയം കളയാതെ തന്നെ കർത്താവ് ഏൽപ്പിച്ച ദൈവിക ചിന്തയിലേക്ക് പരിശുദ്ധാത്മാവിൽ പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നാം പഠിക്കുമ്പോൾ, ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട, ശുശ്രൂഷകൾക്ക് വേണ്ടി സമർപ്പണ ബോധത്തോടെ ഇറങ്ങിത്തിരിച്ച ഒരു സഹോദരിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ വേല നിമിത്തം അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ നിമിത്തം ഇന്നയാൾക്കേ ചെയ്യാവൂ എന്നുള്ളതല്ല. കർത്താവിനെ ആര് സ്വീകരിക്കുന്നോ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആര് പങ്കാളിത്തം വഹിക്കുന്നോ അവർക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. അല്ല, ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ഇന്ന വ്യക്തികൾക്കേ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ള ഒരു വേലയല്ല കർത്താവിൻ്റെ വേല. ആർക്കും കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ പരിശുദ്ധാത്മാവ് അനുവാദം തരുന്നു. പ്രൈസ് ഗോഡ്. ശിഷ്യരെ നോക്കി, ശിഷ്യന്മാരെ അരികത്ത് വിളിച്ച് കർത്താവായ യേശു കർത്താവ് അവസാനമായി പറഞ്ഞ ഒരു കൽപ്പന, പ്രൈസ് ഗോഡ്, നിങ്ങൾ പുറപ്പെട്ടുപോയി. നമ്മളെല്ലാം വിശ്വാസികളാക്കി, എന്നാൽ കർത്താവ് പറയുകയാണ് ശിഷ്യന്മാരാക്കുവിൻ. പ്രൈസ് ഗോഡ്. വിശ്വാസികൾക്ക് വന്ന് പ്രാർത്ഥിച്ചു മടങ്ങാം. ശിഷ്യന്മാർ ചെയ്യുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ ചെയ്യുന്ന ജോലി നോക്കി ചെയ്ത് അവിടെ കണ്ടിട്ട് കൈയടിക്കുകയോ പാടുകയോ ഒക്കെ ചെയ്തിട്ട് പോകാം. പക്ഷേ ശിഷ്യന്മാരുടെ ജോലി അങ്ങനെയല്ല. ഭയങ്കര ഒരു ദൗത്യം അവരുടെ മേൽ ദൈവം ഭരമേൽപ്പിക്കുന്നു. ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു, എൻ്റെ മനസ്സാൽ, എൻ്റെ ഹൃദയംഗമായി ഏറ്റെടുക്കുന്നു. സ്തോത്രം. അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനെ പകർന്നു കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ പകർന്നു കൊടുക്കാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തു സ്നേഹത്തിൻ്റെ അകത്ത് അടിയറ വെക്കുന്നതിൻ്റെ പേരാണ് ശിഷ്യൻ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും സ്ത്രീകൾ, സഹോദരിമാർ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ രാജ്യം, നമ്മുടെ കൊച്ചു കേരളമൊക്കെ പോകുന്നു. അതിനുവേണ്ടി പ്രതിഷേധം നടത്തുന്നു. മീഡിയയിൽ കൂടിയൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു സഹോദരി കർത്താവിൻ്റെ വേല നിമിത്തം റോമിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ ശുശ്രൂഷയിലുണ്ടായ പൗലോസിന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ, പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരോട് ശുശ്രൂഷകൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു സഹോദരിയെ പരിചയപ്പെടുത്തുകയാണ്. റോമാലേഖനം 16-ാം അധ്യായം
1-2 വിശുദ്ധ വചനം. നമ്മുടെ സഹോദരി യൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏതു കാര്യത്തിലും അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായിക്കു വേണ്ടി ഞാൻ പോയ സ്ഥലത്ത് എന്നെ സഹായിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ഫേബ. പ്രൈസ് ഗോഡ്. അപ്പൊ ഫേബയ്ക്ക് ശുശ്രൂഷ മാത്രമല്ല സഹായിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. റോമിലുള്ള വിശുദ്ധന്മാരോട് ഫേബയെ കുറിച്ച് പൗലോസ് പരിചയപ്പെടുത്തുന്നത് ഒരു പ്രവാചകി എന്നല്ല, വചനത്തിന്റെ വെളിപ്പാട് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സഹോദരി എന്നല്ല. സ്തോത്രം. വിശുദ്ധന്മാരോട്, റോമിലുള്ള ദൈവമക്കളോട് പറയുന്നത് കൃപാവരത്തിന്റെ അകത്ത് നിറയെ നിൽക്കുന്ന ഒരു ശുശ്രൂഷക്കാരത്തെയാണ് ഫേബ. അതുകൊണ്ട് നീ ശുശ്രൂഷ അനുഭവിക്കണം, പ്രവചനം കേൾക്കണം എന്നുള്ളതല്ല പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരോട് പറഞ്ഞത്. വിശുദ്ധന്മാരോട് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഫേബയെ നിങ്ങൾ മനസ്സു തുറന്ന് സഹായിക്കണം. കാരണം അവളും എന്നെ സഹായിച്ചതാണ്. പ്രൈസ് ഗോഡ്. ഓ ജീസസ് നെയിം. ഇത് നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു ദൈവദാസനെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കൃപാവരത്തെ ഉയർത്തിപ്പിടിക്കും, അവരെ പ്രവചനത്തെ ഉയർത്തിപ്പിടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള നോട്ടം കൊണ്ട് കാണുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉയർത്തിപ്പിടിച്ച് നമ്മൾ വിശ്വാസികളോട് അഭിസംബോധന ചെയ്ത് ഫുൾപീറ്റിലേക്ക് വെൽക്കം ചെയ്യും. എന്നാൽ റോമിലുള്ള വിശുദ്ധന്മാരുടെ അരികിലേക്ക്, അവിടുത്തെ ചർച്ചിലെ ഫുൾപീറ്റിലേക്ക്, വിശുദ്ധന്മാരുടെ ഹൃദയത്തിലേക്ക് പൗലോസ് ശുശ്രൂഷക്കാരത്തിയായ ഫേബയെ വെൽക്കം ചെയ്തത് പ്രവാചകയായിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര ദർശനം കാണുന്ന വ്യക്തിയെന്നല്ല, ഭയങ്കര വചനത്തിന്റെ പാണ്ഡിത്യവും വചന വെളിപ്പാടുമുള്ള വ്യക്തിയെന്ന നിലയിലല്ല ഫേബയെ റോമിലുള്ള വിശുദ്ധന്മാരുടെ അരികത്ത് പരിചയപ്പെടുത്തിയത്. പൗലോസ് ഫേബയെ പരിചയപ്പെടുത്തിയത്, നിങ്ങൾ ഇവൾക്ക് സഹായം ചെയ്യണം, ഇവൾ എന്നെ സഹായിച്ച വ്യക്തിയാണ്. പ്രൈസ് ഗോഡ്. ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ശുശ്രൂഷകൾക്ക് വേണ്ടി സഹായം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഫേബയെ റോമിലുള്ള വിശുദ്ധന്മാരെ ഉപയോഗിച്ചു. ആ റോമിലുള്ള വിശുദ്ധന്മാരോട് തിരിച്ച് പൗലോസ് പറയാണ്, നിങ്ങൾ ഫേബയെ സഹായിക്കണം, ശുശ്രൂഷ ചെയ്യുന്നവരെ സഹായിക്കണം. ശബ്ദം കേൾക്കുന്നവരോ അതിനെ കേട്ടോണം. ശുശ്രൂഷ ചെയ്യുന്നവരെ സഹായിക്കണം, ശുശ്രൂഷിക്കുന്നവരും സഹായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതിന്റെ പുറകെ, പ്രവചനത്തിന്റെ പുറകെ, ആത്മീയ അന്തരീക്ഷത്തിന്റെ പുറകെ ഒക്കെ ഓടുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അതൊക്കെ നല്ല കാര്യം. നമ്മൾ ആത്മാവിൽ വളരുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, ആത്മാവിൽ ഘനശാലികളാകുവാനൊക്കെ ഭയങ്കര ശുശ്രൂഷയൊക്കെ കറക്റ്റാണ്. പക്ഷേ ഫേബയെ കുറിച്ച് പൗലോസ് പറയുന്നു, ഇവൾ സഹായിക്കുന്നവളാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ശബ്ദം കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട് പരിശുദ്ധാത്മാവിൽ രാത്രി പറയുന്നു, നമ്മുടെ കരങ്ങൾ സഹായത്തിന് വേണ്ടി തുറക്കണം. പ്രൈസ് ഗോഡ്. സഹായത്തിന് വേണ്ടി തുറക്കണം. പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെ ചിന്തിച്ചായിരുന്നു, ഭയങ്കര ആൾക്കൂട്ടത്തിന്റെ നടുവിൽ യേശു കർത്താവ് നടന്നു പോകുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച് 12 വർഷം രക്തസ്രാവക്കാരത്തിയായ സ്ത്രീയെ പുറത്താക്കി. ന്യായപ്രമാണം സംബന്ധിച്ച് പാളയത്തിന് പുറത്താവൾ. പ്രൈസ് ഗോഡ്. അഖിലാണ്ടത്തിന്റെ ഉടയവൻ, തേജോമനായ കർത്താവ്, സ്തോത്രം, സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സൗഖ്യത്തെക്കാൾ മനോഹരമായവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. വെളിച്ചത്തെക്കാൾ അതിഭയങ്കരൻ അതിൽ കൂടി ആ വഴിയിൽ നടന്നു വരികയാണ്. തിക്കിലും തിരക്കിലും ഒരുപാട് ജനം നിൽക്കുമ്പോൾ പാളയത്തിനു പുറത്താക്കപ്പെട്ട, ന്യായപ്രമാണം സംബന്ധിച്ച് ഒരു ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു അർഹതയും ഇല്ലാത്തവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു.
പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഞാനിങ്ങനെ ചിന്തിക്കും, ഇന്നത്തെ കാലത്ത് ദൈവദാസന്മാരുടെ വസ്ത്രത്തെ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ തൊടിപ്പിക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. ശുശ്രൂഷ വേളയിൽ തൊടിപ്പിക്കുന്നവരുണ്ട്. ആത്മീയ അന്തരീക്ഷത്തിൻ്റെ അകത്ത് പ്രവചനാത്മാവിൽ ആത്മീയ വെളിപ്പാടിൽ തൊടിയിക്കുന്നവരുണ്ട്. സ്തോത്രം. അതിൻ്റെ അകത്ത് ഹീലിംഗ് ഉണ്ട്, അതിനകത്ത് ശുശ്രൂഷയുണ്ട്. പക്ഷേ നടന്നു പോകുന്ന സമയത്ത് ആരാലും വെറുക്കപ്പെട്ടവളായി വെറുക്കപ്പെട്ടവനായി, സ്തോത്രം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോക്കൽ പാസ്റ്ററോ ലോക്കൽ ചർച്ചിലുള്ള വിശ്വാസികളോ ആയിക്കോട്ടെ, ആരെങ്കിലും വന്ന് ദൈവദാസന്മാരുടെ വസ്ത്രത്തെ തൊട്ടാൽ അവരുടെ പെരുമാറ്റം തിരിച്ച് എങ്ങനെയായിരിക്കും? പ്രൈസ് ഗോഡ്. തിരിച്ചുള്ള അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? സ്തോത്രം. യേശു ആ വഴിയെ വരുമ്പോൾ പാളയത്തിന് പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. മനോഭാവത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ വീക്ഷണത്തെ, ദൈവിക കാഴ്ചപ്പാടിനെ മുഴുവനും മാറ്റിമറിക്കുന്ന ശുശ്രൂഷയായിരുന്നു രക്തസ്രാവക്കാരിയുടെ അരികത്ത് യേശു ചെയ്തത്. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ യേശു പറയാണ്, എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്. ആമേൻ. യേശുവിൻ്റെ അരികത്തേക്ക് ഓടി വരുന്ന ജനക്കൂട്ടത്തെ, വ്യക്തികളെ തടഞ്ഞു നിർത്തുവാൻ ശിഷ്യന്മാർ നെട്ടോട്ടമോടുമ്പോൾ അതാ ആകാംക്ഷയോടെ ദൈവത്തിൻ്റെ വസ്ത്രത്തെ തൊടുവാൻ ഒരു സഹോദരി വരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഫേബയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, ഫേബ സഹായിക്കുന്നവളാണ്. ആമേൻ. റോമിലുള്ള വിശുദ്ധന്മാരുടെ അരികത്ത് വെച്ച്, ചർച്ചിലെ ഫുൾപീറ്റിൽ വെച്ച് ഫേബയെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നത്, സ്തോത്രം, ഒരു സഹായിക്കുന്ന വ്യക്തിയാണ്. വലിയ ശുശ്രൂഷയുണ്ട്. 2000 പേരുടെ നടുവിലാണ് ശുശ്രൂഷിക്കുന്നത്. ഒരു ഭയങ്കര ക്രൗഡിലാണ് ഇതൊന്നുമല്ല പൗലോസ് പറയാനുള്ള നേരം. പ്രൈസ് ഓൾ. പൗലോസിന് അതൊന്നും പറയാൻ സമയമില്ല. പൗലോസ് പറയുകയാണ്, എന്നെ ശുശ്രൂഷയിൽ സഹായിച്ചവളാണ് ഫേബ. അതുകൊണ്ട് റോമിലുള്ള വിശുദ്ധന്മാരെ, റോമിൽ കർത്താവിൻ്റെ ആമേൻ സന്നിധിയിൽ ആരാധിക്കുന്ന വിശുദ്ധ മക്കളെ, നിങ്ങൾ ശുശ്രൂഷക്കാരത്തിയായ ഫേബയെ നിങ്ങൾ സഹായിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും സഹായിക്കുന്ന കരങ്ങൾ തുറക്കട്ടെ. വാക്കുകൾ കൊണ്ട്, ശബ്ദങ്ങൾ കൊണ്ട് ഉരുവിടുന്നതല്ലാതെ, ഹല്ലേലൂയ, സഹായത്തിനുള്ള കരങ്ങൾ, സഹായത്തിനുള്ള വേദികൾ, സഹായത്തിനുള്ള തുറന്ന മനസ്സ് പരിശുദ്ധാത്മാവാം ദൈവം ഈ ശുശ്രൂഷയിലൂടെ ഒരു വഴി പരിശുദ്ധാത്മാവ് വെട്ടുകയാണ്, തുറക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ സഹായം ഫേബയ്ക്ക് വേണം. ഹല്ലേലൂയ. പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരുടെ അരികത്ത് ഫേബയെ ഫുൾപിറ്റിലേക്കോ ചർച്ചിലേക്കോ ക്ഷണിക്കുന്ന സമയത്ത് പൗലോസ് ഒന്നാമത് പറയുന്നു, ഫേബയെ നിങ്ങൾ സഹായിക്കണം. രണ്ടാമത് പൗലോസ് പറയുന്നു, ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ സഹായം ഫേബയ്ക്ക് വേണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ഭക്ഷണത്തിലായിരിക്കാം, വസ്ത്രത്തിലായിരിക്കാം, യാത്രയിലായിരിക്കാം, കർത്താവിൻ്റെ വേല നിമിത്തമായിരിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സമ്പത്തിലായിരിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ കാലാവസ്ഥ അനുസൃതമായുള്ള സഹായത്തിനായിരിക്കാം. പൗലോസ് വിശുദ്ധന്മാരെ നോക്കി പറയുകയാണ്, ഏതൊരു കാര്യത്തിനും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആമേൻ ആമേൻ നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഫേബയെ നിങ്ങൾ സഹായിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മെ നടത്തുന്ന ശുശ്രൂഷകന്മാരെ ഏതൊരു വിധത്തിലും സഹായിക്കുവാൻ നാം പ്രാപ്തരാകണം. പ്രൈസ് ഗോഡ്. ആമേൻ. വർഷങ്ങളുടെ മുമ്പ് നമ്മൾ പുറകോട്ട് പഠിച്ചാൽ സഹായിക്കുവാനും സഹായം ആമേൻ അർഹതപ്പെട്ടവരും ഉണ്ടായിരുന്നു. സ്തോത്രം.
ഇന്നുമുണ്ട്. സഹായിക്കുന്നവരുണ്ട്, സഹായം അർഹതപ്പെട്ടവരുമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഫേബയെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഏതൊരു കാര്യത്തിനും സഹായിക്കുവാൻ റോമിലുള്ള വിശുദ്ധന്മാർ ഒരുങ്ങിയിരിക്കണം. കാരണം എൻ്റെ ശുശ്രൂഷയിൽ ഫേബ സഹായിച്ചായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൾ എന്നെ സഹായിച്ചവളാണ്. ഒരു അനുഭവം ചേർത്ത് പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, എന്നെ സഹായിച്ചവളാണ്, എന്നെ കരുതിയവളാണ്, എൻ്റെ കാര്യത്തിൽ ഇടപെട്ടവളാണ്, എൻ്റെ ദുഃഖത്തിൽ ഇടപെട്ടവളാണ്. സ്തോത്രം. എൻ്റെ ശുശ്രൂഷയിൽ അവൻ കൈത്താങ്ങലോടെ അവൻ എൻ്റെ വേലയിൽ സഹായിച്ചവളാണ്. അതുകൊണ്ട് ഈ സഹായിച്ചവളെ റോമിലുള്ള വിശുദ്ധന്മാർ, റോമിലുള്ള സഭ ഉപയോഗിക്കണം. ആമേൻ, ആമേൻ. പ്രിയരെ, ഇത് നമ്മൾ ഈ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. മുൻകാലങ്ങളിൽ റോമിലുള്ള ദൈവസഭ സഹായിക്കുന്ന വ്യക്തിയാണോ? ദൈവത്താലുള്ള നീതീകരണത്തിലാണ് റോമിലുള്ള സഭ പോകുന്നത്? ആത്മാവിൻ്റെ അനുസരണമായി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ദൈവസഭയുടെ വെളിപ്പാടിൽ നിൽക്കുന്ന ഒരു സഭയാണ് റോമിലുള്ള സഭ. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടെന്ന് വെളിപ്പാടിനാൽ കണ്ട് അനുഭവിക്കുന്നവരാണ് കൊരിന്ത്യ സഭ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പക്ഷേ റോമിലുള്ള വിശുദ്ധന്മാർക്ക് ചെറിയൊരു കുറവുണ്ട്. ആ കുറവിനെ നികത്താൻ പൗലോസ് ഒരാളെ, ഒരു ശുശ്രൂഷക്കാരത്തെ കൊണ്ടുവരികയാണ്. അവളൊരു പെൺകുട്ടിയാണ്, അവളൊരു സഹോദരിയാണ്, അവളൊരു ശുശ്രൂഷക്കാരത്തെയാണ്. അതിലുപരി അവൾ സഹായിക്കുന്നവളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹായിക്കുന്ന ഫേബയുടെ ശുശ്രൂഷ, ഈ കൈത്താങ്ങുന്ന ഫേബയുടെ സ്വഭാവത്തെ റോമിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് പകർന്നു കൊടുക്കുകയാണ്. നിങ്ങൾ സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ക്രിസ്തേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്നുള്ള ആത്മീയ വെളിപ്പാടുള്ള വ്യക്തിയാണ്. മരണത്തിൻ്റെയും ഹല്ലേലൂയ പ്രമാണത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും കുരുക്കിൽ നിന്നും നീതീകരണമെന്ന വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് വേർതിരിക്കപ്പെട്ട സഭയുടെ വെളിപ്പാടിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കൂട്ടമാണ് റോമിലുള്ള വിശുദ്ധന്മാർ. പക്ഷേ ഒരു ദൈവിക സ്വഭാവത്തിൻ്റെ അകത്തേക്ക് വീണ്ടും റോമിലുള്ള വിശുദ്ധന്മാരെ പൗലോസ് എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ സഹായിക്കണം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രിയിൽ സഹായിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. വിശുദ്ധിയോടെ കർത്താവിൻ്റെ വേല, ആമേൻ, 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 ആവേശത്തോടെ, ആത്മഭാരത്തോടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവിക കാഴ്ചപ്പാടോടെ, ദൈവിക ദർശനത്തിലൂടെ ഒക്കെ ചെയ്യുന്ന വിശുദ്ധന്മാരെ സഹായിക്കുന്ന കരങ്ങൾ ഈ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവാം ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ആമേൻ. കിഴക്കൻ കൊരിന്തിലെ കംക്രയ സഭയിലെ ഒരു ശുശ്രൂഷക്കാരത്തിയാണ്. സ്തോത്രം. അപ്പം വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, സഭയുടെ ഒരു ശുശ്രൂഷക്കാരത്തെയാണ് ഫേബ. സ്തോത്രം. നമ്മുടെ ദേശത്തും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ശുശ്രൂഷക്കാരത്തികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. കിഴക്കൻ കൊരിന്തിലെ കംക്രയ എന്ന ഒരു ദേശത്തിലെ ഒരു സഭയിലെ ശുശ്രൂഷക്കാരത്തി സഭയുടെ ഉത്തരവാദിത്തം മാത്രമല്ല, സഹായിക്കുന്നവളാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ മക്കളെ, ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ശുശ്രൂഷയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ സ്ഥാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്തിലും ക്രിസ്തുവിൻ്റെ സുവിശേഷീകരണത്തിലും ശുശ്രൂഷയിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശമാണ്. നമ്മുടെ ബാഹ്യമായ കണ്ണുകൊണ്ടാണ് സ്ത്രീകൾ ഒരു താഴ്ന്ന തട്ടിലും
പുരുഷന്മാർ ഒരു മേൽത്തട്ടിൽ ശുശ്രൂഷക്കാർ എന്ന നിലവാരത്തിൽ നിൽക്കട്ടെ എന്ന ആ കണ്ണിൽ അവരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായി? 28 വർഷമായി സഭാ ശുശ്രൂഷ ചെയ്തിട്ട് പോലും സഭയുടെ ഭാര്യമാർക്ക് ശുശ്രൂഷിക്കുവാനുള്ള ആ പ്രാപ്തിയിലേക്കായിട്ടില്ല ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യില്ല അല്ലാതെ, അല്ലെങ്കിൽ സ്തോത്ര കാഴ്ചയ്ക്കോ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനു വേണ്ടിയോ പ്രാർത്ഥിക്കുന്നതല്ലാതെ ദൈവത്തിന്റെ വചനമെടുത്ത് 10-15 മിനിറ്റ് ശുശ്രൂഷിക്കുവാൻ പോലും പ്രാപ്തിയില്ലാതിരിക്കുമ്പോൾ, സ്തോത്രം, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവാൻ ദൈവം പറയുന്നു, ശുശ്രൂഷക്കാരത്തികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷ ചെയ്യുന്ന പുരുഷന്മാരുടെ അല്ലെങ്കിൽ അച്ചായന്മാരുടെ ബൈബിൾ ചുമക്കാനും ബൈബിൾ വായിച്ചു കൊടുക്കാനും വണ്ടി തുടയ്ക്കാനും വണ്ടി കഴുകാനും വേണ്ടി മാത്രമല്ല സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. അവരും ദൈവിക വേലയിൽ പ്രയോജനപ്പെടണമെന്നും ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനാൽ വേദികളിൽ വീതികളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്നും, ഹല്ലേലൂയ, ദൈവിക സഹായങ്ങൾ അവരോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവാം ദൈവം ദേശങ്ങളിൽ സഭകളിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൻ്റെ അകത്ത് ചെയ്യണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി വിധേയപ്പെട്ടവർ, അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടവർ, അതിനുവേണ്ടി സമർപ്പണബോധത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർ പരിശുദ്ധാത്മാവാം ദൈവം എഴുന്നേൽപ്പിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്കകത്ത്. സ്തോത്രം, ആമേൻ. പൗലോസ് പറയാണ്, ഫേബ എനിക്ക് ഒരു സഹായി ആയിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ഫേബയെ സഹായിക്കണം. ഹല്ലേലൂയ. മൂന്നാമത് പൗലോസ് പറയുന്നു, നിങ്ങൾ ഫേബയെ സഹായിക്കുന്നത് നിങ്ങൾ ഉള്ളതുപോലെ കൊടുക്കുകയല്ല, നിങ്ങൾ യോഗ്യമാം വണ്ണം കൊടുക്കണം. പ്രൈസ് ഗോഡ്. യോഗ്യമാം വണ്ണം കൊടുക്കണം. സ്തോത്രം. മലാക്കി പ്രവചനത്തിന്റെ അകത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ ഏത് വിധത്തിൽ പറ്റിക്കുന്നു എന്ന അർത്ഥത്തിൽ പറ്റിക്കുന്നു എന്ന് എനിക്കറിയാം, അത് സ്തോത്ര കാഴ്ചയിലും വഴിപാടിലൊക്കെ ആണെന്ന് അറിയാം. അങ്ങനെ ഒരു പദം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൈവത്തിന് കൊടുക്കണം, സഭയ്ക്ക് കൊടുക്കണം, ദൈവദാസന്മാർക്ക് കൊടുക്കണം എന്ന പദത്തിൽ ഒരുപാട് ദൈവിക വാക്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. പക്ഷേ ഫേബയെ കുറിച്ച് റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, നിങ്ങൾ യോഗ്യമാവണ്ണം കൊടുക്കണം. എന്താണ് യോഗ്യമാവണ്ണം കൊടുക്കണമെന്ന് പൗലോസ് പറയുന്നത്? റോമിലുള്ള വിശുദ്ധന്മാർ, റോമിൽ ആരാധിക്കുന്ന ദൈവമക്കൾ, റോമിൽ ആരാധിക്കുന്ന ആമേൻ കർത്താവിൻ്റെ ജനം പണമുള്ളവരാണ്, സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യോഗ്യത കണ്ടു വേണം നിങ്ങൾ സഹായിക്കാൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മാസത്തിൽ 1,00,000 രൂപ കിട്ടുന്ന വ്യക്തി, ശമ്പളം കിട്ടുന്ന വ്യക്തി, ഈ മനുഷ്യൻ സ്തോത്രകാഴ്ച ഇടുന്നത് 100 രൂപയാണ്. ആ വ്യക്തിയെ കുറിച്ച് ഒരു ഉദാഹരണമായി പൗലോസ് പറയാണ്, നീ യോഗ്യമാം വണ്ണം നിനക്ക് ചെയ്യാൻ കഴിയും, നിന്റെ കയ്യിൽ അതിനുള്ള സമ്പത്തുണ്ട്, നിനക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നിന്റെ കാഴ്ചപ്പാട് മാറി, നീ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടി നീ യോഗ്യമാം വണ്ണം ശുശ്രൂഷിക്കുവാൻ വന്ന ഫേബ എന്ന ദൈവദാസനെ നീ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി, ഈ ശുശ്രൂഷയിലൂടെ യോഗ്യമാം വണ്ണം സഹായിക്കുന്ന കരങ്ങൾ, സഹായിക്കുന്ന ഹൃദയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് തരും, ദൈവം നിങ്ങൾക്ക് മറുപടി തരും. അതിനുള്ള നന്മകൾ പരിശുദ്ധാത്മാവ് ദൈവം തരും. പൗലോസ് പറയാണ്, നിങ്ങൾ യോഗ്യമാം വണ്ണം നിങ്ങൾ സഹായിക്കണം, യോഗ്യമാം വണ്ണം നിങ്ങൾ കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വചനം പൗലോസ് പറയാണ് ഗലാത്യയിലുള്ള ദൈവസഭയോട്, ആകയാൽ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്?
പ്രാപ്തിയുള്ളവർ ദൈവസഭയ്ക്കകത്തുണ്ടെന്ന്. ഈ പ്രാപ്തിയുള്ളവരൊക്കെ പിടിച്ചിടുമ്പോൾ പ്രാപ്തിയില്ലാത്ത ഒരാൾ കൊടുക്കുകയാണ്, വിതയ്ക്കുകയാണ്, അധ്വാനിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്നുമുണ്ട് പ്രാപ്തിയുള്ളവരൊക്കെ എടുക്കുന്നത് ഭയങ്കര ഒരു ഫോർമാറ്റിക് സ്റ്റൈലിലാണ്. പക്ഷെ ഒന്നുമില്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ദൈവരാജ്യത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, ദൈവസഭയ്ക്ക് ദൈവദാസന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആകാംക്ഷയോടെ കൊതിയുള്ള ദൈവമക്കളുണ്ട്. അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവർ വീട്ടിൽ പോയാൽ അറിയാം. അവർ പായിടുന്നു, കസേര എടുത്തു തരുന്നു, ആ ടേബിളിൽ നിന്ന് വായി തുടയ്ക്കുന്നു, ഭക്ഷണം ഒരുക്കാൻ അകത്തേക്ക് പോകുന്നു. കാരണം അവർക്ക് ഉള്ളതിൻ്റെ അകത്തു നിന്നും ദൈവരാജ്യത്തിൽ വിതയ്ക്കാനുള്ള ഹൃദയം തുറന്നു കിടക്കുകയാണ്. പൗലോസ് അതാ പറയും, നിങ്ങൾ യോഗ്യമാവണ്ണം ചെയ്യണം, യോഗ്യമാവണ്ണം കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവാം ദൈവം ഈ ശുശ്രൂഷയിൽ യോഗ്യമാവണ്ണം നടക്കത്തക്ക നിലയിൽ, യോഗ്യമാവണ്ണം കൊടുക്കത്തക്ക നിലയിൽ ഒരാത്മീയ നിറവിനെ, ഒരാത്മീയ സ്രോതസ്സിനെ, ഒരാത്മീയ കാഴ്ചപ്പാടിനെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഗലാത്യയിലുള്ള സഭയോട് പറയുകയാണ്, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം, അവസരം ലഭിക്കുമ്പോഴെല്ലാം അങ്ങ് ചെയ്തോണം. നാളത്തെ അവസരം നമുക്കല്ല. ആ അവസരം പാഴായി പോകുമ്പോൾ, അവസരം ലഭിക്കേണ്ട വ്യക്തികൾ ഈ ഭൂമിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ അവസരം ഉണ്ടായിട്ടും നമ്മൾ കൊടുക്കാതെ സഹായം ചെയ്യാതെ വരുമ്പോൾ, സ്തോത്രം, ഇതിൻ്റെ ഇടയിലുള്ള പീരീഡ് ആരുടെ തകർച്ചയാണോ അല്ലെങ്കിൽ ആര് ഈ ഭൂമിയിൽ നിന്ന് പട്ടുപോകുമോ എന്നറിയത്തില്ല. അതുകൊണ്ട് പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, അവസരം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങൾ സഹായിച്ചോണം, നന്മ ചെയ്തോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്മ ചെയ്യുവാനുള്ള ഹൃദയത്തെ ഒരുക്കിയെടുത്തോണം, നന്മ ചെയ്യാനുള്ള ഹൃദയത്തെ നമ്മൾ തുറന്നു വെച്ചോണം. പൗലോസ് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് എനിക്കുണ്ട്, പക്ഷേ തിന്മ കയറി നന്മയെ തടസ്സം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നന്മ ചെയ്യണമെന്ന് എനിക്ക് അതിയായ വാഞ്ചയും ആഗ്രഹമുണ്ട്. ആ നന്മ ചെയ്യണമെന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ആ നന്മയ്ക്കകത്ത് ഒരു ദൈവിക വിടുതലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നന്മ ചെയ്യണമെന്ന് ഞാൻ ഉത്സാഹത്തോടെ മുന്നിലേക്ക് വരുമ്പോൾ എന്നെ തടസ്സം ചെയ്യുന്ന ചില തിന്മകൾ, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, എന്നെ ആ നന്മയ്ക്ക് തടസ്സം നിൽക്കുകയാണ്. പൗലോസ് പറയുകയാണ്, അതിനെ ജയിക്കണം. പ്രൈസ് ഗോഡ്. നിനക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നിന്റെ തടസ്സം നിന്റെ ഹൃദയമായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം. സ്തോത്രം. നീ സഹായിക്കുവാൻ നിന്റെ ബന്ധങ്ങളോട് നീ പറയുമ്പോൾ ബന്ധം തടസ്സപ്പെടുത്തും. വേണ്ട വേണ്ട ചെയ്യണ്ട, അല്ലെങ്കിൽ ചെയ്യണ്ട, അങ്ങോട്ട് പോകണ്ട, ഇന്ന വ്യക്തിയാണ്. അല്ല, ദൈവം നിന്നോടാണ് കൽപ്പിച്ചത്, ദൈവം നിന്നോട് മാത്രമാണ് പറഞ്ഞത്. നീ അത് മറ്റാരോട് ഷെയർ ചെയ്യണ്ട. നിനക്ക് മനസ്സു തുറന്ന്, കരങ്ങൾ തുറന്ന് സഹായിക്കുവാൻ വേണ്ടി ഒരു ആഗ്രഹവും വാഞ്ചയും നിനക്കുണ്ടെങ്കിൽ നീ അത് ചെയ്യണം. ഹല്ലേലൂയ. അതിൻ്റെ നന്മകൾ എൻ്റെ കർത്താവ് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, അവസരം കിട്ടുമ്പോഴൊക്കെ നന്മ ചെയ്തോണം. ജോലിയിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം, യാത്രയിലായിരിക്കാം, ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും അവസരത്തിൽ അവസരം ലഭിക്കുകയാണ്, സഹായത്തിന് വേണ്ടി ലഭിക്കുകയാണ്, അത് ചെയ്തോണം. സ്തോത്രം, ചെയ്തോണം. ഹല്ലേലൂയ, ചെയ്തോണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ടൗണിൽ നിൽക്കുന്നു, നല്ല മഴയും ഭയങ്കര കാറ്റും. ഒരു ബൈക്കിൽ നിന്നും ഒരു ഹെൽമറ്റ് താഴെ പോയി ഒരു ഓടയിൽ കിടക്കുന്നു. ഇത് കണ്ടത് ഞങ്ങൾ ചില ദൈവദാസന്മാരാണ്. സ്തോത്രം. എന്നാൽ കടകളിൽ കയറി നിൽക്കുന്ന ജനമെല്ലാം അവിടെയുണ്ട്. ഞങ്ങൾ തിരിഞ്ഞു നോക്കി, ആ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ, ആ ഓടയുടെ അടുത്ത് നിൽക്കുന്ന കടത്തിണ്ണയിൽ നിൽക്കുന്ന വ്യക്തികൾ ആ ഹെൽമറ്റ് എടുത്ത് വെക്കുമോ എന്ന് ഞങ്ങൾ നോക്കി. ആരും വെച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ദൈവം നമ്മളെയാണ് കാണിച്ചത്. സ്തോത്രം.
അത് പോയി എടുത്ത് ക്ലിയറായിട്ട് വെച്ചു. പ്രൈസ് ഗോഡ്. നന്മ ചെയ്യുവാനുള്ള അവസരം ലഭിക്കുമ്പോൾ, നന്മ ചെയ്യാനുള്ള ആമേൻ ആമേൻ സമയം ലഭിക്കുമ്പോൾ അതങ്ങ് ചെയ്തേക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോട് പറയാണ്, അവസരം ലഭിക്കുമ്പോൾ നന്മ ചെയ്തോണം. റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, എന്നെ സഹായിച്ച ഫേബ, അവൻ കിഴക്കൻ ഗംഗ്രയിലെ കൊരിന്തിയിലുള്ള ദൈവസഭയുടെ ശുശ്രൂഷക്കാരത്തി ഫേബ, റോമിലുള്ള വിശുദ്ധന്മാരെ അടുക്കിലേക്ക് വരുമ്പോൾ റോമിലുള്ള വിശുദ്ധന്മാരോട് മാത്രം പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഫേബയെ സഹായിക്കാൻ. ആമേൻ. നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ ശുശ്രൂഷക്കാരത്തെ സഹായിക്കാൻ. നിങ്ങൾക്കൊരു അവസരം ലഭിച്ചിരിക്കുകയാണ് എന്നെ സഹായിച്ച ഫേബയെ സഹായിക്കാൻ. അതുകൊണ്ട് റോമിലുള്ള സഭയിൽ നിങ്ങൾ പുറകോട്ട് മാറി നിൽക്കരുത്, നിങ്ങൾ കണ്ണടച്ച് നിൽക്കരുത്. എന്നെ സഹായിച്ച ഫേബയെ നിങ്ങൾ യോഗ്യമാവണ്ണം സഹായിച്ചോണം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവസരം ലഭിക്കുമ്പോഴെല്ലാം യോഗ്യമാവണ്ണം സഹായിച്ചോണം. കയ്യിൽ ഒന്നുമില്ലേലും ഏതെങ്കിലും വിധത്തിലാണെങ്കിലും യോഗ്യമാവണ്ണം ദൈവിക വേലയിൽ സഹോദരിമാരെ, സഹോദരന്മാരെ, സഭയെ, കൂടപ്പിറപ്പിനെ, പ്രൈസ് ഗോഡ്, അവൻ അടുത്തുള്ള വീടിനെയൊക്കെ അങ്ങ് സഹായിച്ചോണം. പ്രൈസ് ഗോഡ്. ആമേൻ. പൗലോസ് പറയുന്നു, എനിക്ക് നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ തിന്മ കയറി എന്നെ ബന്ധിക്കുന്നു. ആ തിന്മയെ ജയിക്കാൻ പൗലോസ് നന്മ ചെയ്യുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഏത് നന്മയിൽ കൂടിയാണോ നിങ്ങൾ പോകുന്നത്, അതിന് വിരോധമായി നിൽക്കുന്ന പ്രതിസന്ധികളെ ജയിക്കാൻ നന്മ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അത് ചെയ്യാൻ പൗലോസ് ഉപദേശിക്കുകയാണ്, ഫേബയെ നിങ്ങൾ യോഗ്യമാവണ്ണം സഹായിക്കണം. സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയിൽ യോഗ്യമാവണ്ണം സഹായിക്കുന്ന കുടുംബങ്ങൾ, യോഗ്യമാവണ്ണം സഹായിക്കുന്ന വ്യക്തികൾ, യോഗ്യമാവണ്ണം സഹായിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ നോക്കിയേ, പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരെ നീതീകരണം എന്ന വിഷയം കിടക്കുമ്പോൾ, വിശുദ്ധൻ എന്ന വിഷയം കിടക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ട എന്നുള്ള വെളിപ്പാടിൽ കിടക്കുമ്പോൾ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവ് എനിക്കുണ്ടെന്നുള്ള ആത്മീയ അറിവിൻ്റെ അകത്ത് ജീവിക്കുന്ന റോമിലുള്ള വിശുദ്ധന്മാരെ കുറിച്ച് പറയാണ്, നിങ്ങൾ ഫേബയെ സഹായിക്കണം. ഒരു നിർത്താൻ പോവുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ശുശ്രൂഷകന്മാരെ സഹായിക്കുന്ന കരങ്ങൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാരെ സഹായിക്കുന്ന വ്യക്തികൾ തുറക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാരെ സഹായിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അതുകൊണ്ട് റോമിലുള്ള സഭയെ ഫേബയെ ആക്കിയിട്ട് പറയാണ്, നിങ്ങൾ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, യോഗ്യമാവണ്ണം സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോഗ്യമാവണ്ണം സഹായിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോവുകയാണ്. ചിലപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ സഹായിക്കുവാനുള്ളവരുടെ മുഖം ചിലപ്പോൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരാം. എനിക്ക് ഇന്ന വ്യക്തിയെ സഹായിക്കണം, എനിക്ക് ഇന്ന ശുശ്രൂഷക്കാരത്തിയെ, ശുശ്രൂഷകന്മാരെ, സഭയെ സഹായിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള അവസരം യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ്. ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. സഹായിക്കുവാൻ നിങ്ങളെ മാത്രം കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം, ശുശ്രൂഷയിലായിരിക്കാം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കരത്തിനെ, നിങ്ങളുടെ ഹൃദയത്തെ ഈ രാത്രിയിൽ ഈ സന്ദേശത്തിനോടൊപ്പം ഒന്ന് സമർപ്പിക്കാൻ തുനിഞ്ഞാൽ സഹായത്തിനുള്ള സമ്പത്ത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. ഒരു നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദൈവദാസന്മാർ, അങ്ങയുടെ മക്കൾ, ആരുടെ ദൈവവേലയിൽ സപ്പോർട്ട് ചെയ്യുന്ന, ദൈവവേലയിൽ സഹായിക്കുന്ന, ദൈവവേലയിൽ ഹല്ലേലൂയ സഹായത്തിന് വേണ്ടി മുൻനിരയിൽ വരുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാക്കി പരിശുദ്ധാത്മാവെ അങ്ങ് വേർതിരിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിന് എതിരായി നിൽക്കുന്ന ബന്ധങ്ങൾ, എതിരായി നിൽക്കുന്ന തടസ്സങ്ങൾ, എതിരായി നിൽക്കുന്ന പോരുകൾ, എതിരായി നിൽക്കുന്ന ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു മാറാൻ കൽപ്പിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
അത്ഭുത സൗഖ്യങ്ങളും അത്ഭുത വിടുതലങ്ങളും സംഭവിക്കട്ടെ. കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകന്മാർ ശുശ്രൂഷക്കാരികളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക കരങ്ങൾ തുറക്കപ്പെടട്ടെ, സഹായത്തിനുള്ള കരങ്ങൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ കരങ്ങൾ ഇവർക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കണമെന്ന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വഴികൾ, കർത്താവിൻ്റെ നിറവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഹായത്തിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് നിൽക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ എല്ലാവരെയും ഓർത്ത്, പുരോഹിതന്മാരെ ഓർത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജയാളിയായി നിൽക്കാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.